Good afternoon. നമ്മളിനി അടുത്ത നോൺ പാരാമെട്രിക് മെത്തേഡാണ് പഠിക്കുന്നത്. ഇതിനെ നമ്മൾ ലോക്കലി വെയ്റ്റഡ് റിഗ്രഷൻ അല്ലെങ്കിൽ ലോസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. Another non-parametric alternative is locally weighted regression, often called as Loess. Like kernel regression, Loess uses the data from a neighborhood around the specific location. നമ്മൾ ഇതിനകത്തും കേണൽ റിഗ്രഷനകത്ത് യൂസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഡേറ്റനെ ഒരു സ്പെസിഫിക് നെയ്ബർഹുഡ് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു നെയ്ബർഹുഡിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നത്. Typically, the neighborhood is defined as the span, which is a fraction of the total points used to form neighborhoods. അപ്പോൾ നമ്മൾ ഈ ഒരു നെയ്ബർഹുഡിനെ സ്പാൻ എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു സ്പാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പോയിൻറ്റ്സ് നമ്മൾ നെയ്ബർഹുഡ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടോട്ടൽ പോയിൻറ്റ്സിൻ്റെ ഫ്രാക്ഷനാണ് സ്പാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A span of 0.5 indicates that the closest half of the total data points is used as a neighborhood. അപ്പോൾ സ്പാൻ്റെ വാല്യൂ 0.5 ആണെന്ന് വെച്ചോ, ഹാഫിൽ കൂടുതൽ ആ 0.5 ആണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ ഒരു ടോട്ടൽ ഡേറ്റയുടെ ഏറ്റവും അടുത്തുള്ള ഹാഫ് പോയിൻറ്റ്സ് ഈ ഒരു നെയ്ബർഹുഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന്. The Loess procedure then uses the points in the neighborhood to generate weighted least square estimate for the specific response. പിന്നെ നമ്മൾ ഈ ലോസ് പ്രൊസീജിയറിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെയ്ബർഹുഡിനകത്തുള്ള ഈ ഒരു പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് കൺസിഡർ ചെയ്യും. The weighted least square procedure uses a lower order polynomial, usually simple linear regression or a quadratic regression model. അപ്പോൾ ഈ ഒരു വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ ലോവർ ഓർഡർ പോളിനോമിയലാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒന്നെങ്കിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മെത്തേഡോ അല്ലെങ്കിൽ ബേസിക് ക്വാഡ്രാറ്റിക് റിഗ്രഷൻ മോഡൽസ് വഴി നമ്മൾ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ പ്രൊസീജിയർ നടത്തും. The weights for the weighted least square portion of the estimation are based on the distances of the points used in the estimation ഫ്രം ദ സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെയ്റ്റ് എങ്ങനെയാണ് വെയ്റ്റ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള വെയ്റ്റ് എങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു നമുക്ക് ഏത് സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണോ ഉള്ളത് ആ ഒരു പോയിന്റിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് ആ ഒരു പോയിൻറ്റ്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ വെയ്റ്റ്സ് അസൈൻ ചെയ്യുന്നത്. S+ uses tricube weighting function as its default. Let x0 be the specific location of interest and let lambda of x0 be the distance the farthest point in the neighborhood lies from the specific location of interest. അപ്പോൾ നമുക്ക് നോക്കാം, x0 എന്ന് പറയുന്നത് നമ്മുടെ സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെക്കാം. അപ്പോൾ നമ്മൾ ലാംഡ ഓഫ് x0 ആണ് നമ്മുടെ സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നുള്ള ഏറ്റവും ഫർദസ്റ്റ് ആയിട്ട് പോയിന്റ്, ആ ഒരു നെയ്ബർഹുഡിലുള്ള ഏറ്റവും ദൂരെയുള്ള പോയിന്റിനെ നമ്മൾ ലാംഡ ഓഫ് x0 എന്ന് പറഞ്ഞ് എടുത്തു. ദ ട്രൈക്യൂബ് ഫംഗ്ഷൻ വെയ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഈ ട്രൈക്യൂബ് വെയ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ W ഓഫ് മോഡ് x0 മൈനസ് xj ഡിവൈഡ് ബൈ ലാംഡ ഓഫ് x0. അപ്പോൾ നമ്മൾ ആ വെയ്റ്റ് കൺസിഡർ ചെയ്യുന്നത് W ഓഫ് x0 എന്ന് പറയുന്നത് എന്താ, x0 നമുക്കറിയാം നമ്മുടെ സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതിൽ നിന്ന് ഈച്ച് റെസ്പോൺസ് വേരിയബിളിനെ മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ലാംഡ ഓഫ് x0. അതായത് നമ്മുടെ ആ നെയ്ബർഹുഡിനകത്ത് ഉള്ള നെയ്ബർഹുഡിൽ നമ്മൾ കൺസിഡർ ചെയ്ത നെയ്ബർഹുഡിലെ പോയിൻറ്റ്സിനകത്ത് ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ള പോയിൻ്റ് ഏതാണ് അത് നമ്മൾ ലാംഡ ഓഫ് x0 എന്ന് പറഞ്ഞെടുത്തു. വേർ W ഓഫ് t ഈസ് ഈക്വൽ ടു 1 മൈനസ് t cube into 1 minus t cube the whole cube for 0 less than or equal to t less than 1 and 0 elsewhere. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ W of t കൺസിഡർ ചെയ്യുന്നത്. വി ക്യാൻ സമ്മറൈസ് ദ ലോസ് എസ്റ്റിമേഷൻ പ്രൊസീജിയർ ബൈ y is equal to sy. അപ്പോൾ നമ്മൾ ഈ ഒരു നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ, അത് കേണൽ റിഗ്രഷൻ മെത്തേഡിൽ പറഞ്ഞ പോലെ y is equal to sy എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. വേറെ is the smoothing matrix created by locally weighted regression. ഇവിടെ നമ്മുടെ S എന്ന് പറയുന്നത് ലോക്കലി വെയ്റ്റഡ് റിഗ്രഷൻ, അതായത് ലോസ് റിഗ്രഷൻ വഴി ക്രിയേറ്റ് ചെയ്ത സ്മൂത്തനിങ് മെട്രിക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. The concept of sum of square residual carries over to non-parametric regression directly. In particular, sum of square of residual is equal to summation I is equal to 1 to n yi minus yi cap the whole square. അപ്പോൾ നമുക്ക് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിഡ്യൂൽസ് കൺസിഡർ ചെയ്യാം. സം ഓഫ് സ്ക്വയർ ഓഫ് റെസിഡ്യൂൽ is equal to summation I is equal to 1 to n yi minus yi cap the whole square. അപ്പം നമുക്ക് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിഡ്യൂൽ കൺസിഡർ ചെയ്യാം. അപ്പം സമ്മേഷൻ I is equal to 1 to n yi minus yi cap the whole square ആണ് സം ഓഫ് റെസിഡ്യൂലിൻ്റെ ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് sy ഡാഷ് ഇൻറ്റു y മൈനസ് sy. അപ്പോൾ നമ്മൾ മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതി. അപ്പം y മൈനസ് എസ് വൈ ഡാഷ്, അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ആദ്യത്തെ y മൈനസ് എസ് വൈ ഡാഷിനകത്തുനിന്ന് നമ്മൾ y ഡാഷ് വെളിയിലെടുത്തു. സോ നമുക്ക് കിട്ടും ഐഡൻറ്റിറ്റി മെട്രിക്സ് മൈനസ് എസ് ഡാഷ് ആണ് y ഡാഷ് വെളിയിലെടുക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ സെക്കൻഡ് മെട്രിക്സിൽ നിന്ന് നമ്മൾ y വെളിയിലെടുത്തു. സോ ഐഡൻറ്റിറ്റി മെട്രിക്സ് മൈനസ് എസ് എന്ന് പറഞ്ഞ് കിട്ടി.
അപ്പോൾ നമ്മൾ ഈ ഒരു ഐ മൈനസ് എസ് ഡാഷും ഐ മൈനസ് എസ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഐ ഇൻറ്റു ഐ ആയിട്ട് തന്നെ കിട്ടി. എസ് മൈനസ് എസ് ഡാഷ് ഇൻറ്റു ഐ മൈനസ് എസ് ഡാഷ്, അതിനുശേഷം ഐ ഇൻറ്റു എസ് ചെയ്തപ്പോൾ മൈനസ് എസ്, പിന്നെ എസ് ഡാഷ് ഇൻറ്റു എസ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് എസ് ഡാഷ് ഇൻറ്റു മൈനസ് എസ് ചെയ്യുമ്പം പ്ലസ് എസ് ഡാഷ് ഇൻറ്റു എസ് ഇൻറ്റു വൈ. അപ്പോൾ നമുക്ക് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ കിട്ടി. അസിംപ്റ്റോട്ടിക്കലി ദി സ്മൂത്തനിങ് പ്രൊസീജിയേഴ്സ് ആർ അൺബൈസ്ഡ്. ഇത് അൺബൈസ്ഡ് മെഷറാണ് ഈ ഒരു സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് അസിംപ്റ്റോട്ടിക് എക്സ്പെക്റ്റഡ് വാല്യൂ സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ ഈസ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ട്രേസ് കൺസിഡർ ചെയ്യുവാണ്. സോ ട്രേസ് ഓഫ് ഈ ഒരു വാല്യൂ ഐ മൈനസ് എസ് ഡാഷ് മൈനസ് എസ് പ്ലസ് എസ് ഡാഷ് എസ് ഇൻറ്റു സിഗ്മ സ്ക്വയർ ഐ, അതിൻ്റെ ട്രേസ് ആണ് നമ്മൾ കാണുന്നത്. ട്രേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് സോ ദാറ്റ് ഇസ് ഇക്വൽ ടു സിഗ്മ സ്ക്വയർ ഇൻറ്റു ട്രേസ് ഓഫ്, ഇതിനകത്തും സിഗ്മ സ്ക്വയർ മാറ്റിയിട്ട് നമ്മൾ ബാക്കി ഇതിൻ്റെ ട്രേസ് ചെയ്യുമ്പോഴത്തേക്ക് ട്രേസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ ട്രേസ് ഓഫ് ഐ മൈനസ് ട്രേസ് ഓഫ് എസ് ഡാഷ് മൈനസ് ട്രേസ് ഓഫ് എസ് പ്ലസ് ട്രേസ് ഓഫ് എസ് ഡാഷ് എസ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എസ് എന്ന് പറയുന്നത് ഒരു എൻ ക്രോസ് എൻ മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് നമുക്കറിയാം ട്രേസ് ഓഫ് എസ് ഡാഷ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും ട്രേസ് ഓഫ് എസ്. അപ്പോൾ നമ്മൾ ട്രേസ് ഓഫ് ഐ എന്താ? എൻ ആണ്. സോ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് സം ഓഫ് സ്ക്വയർ ഓഫ് റെസിജ്വൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ വെളിയിലുള്ള സിഗ്മ സ്ക്വയറിൻ്റെ ട്രേസ് ഓഫ് ഐ എന്താ? എൻ മൈനസ് 2 ടൈംസ് ട്രേസ് ഓഫ് എസ് കിട്ടും. കാരണം ട്രേസ് ഓഫ് എസ് ഡാഷും ട്രേസ് ഓഫ് എസും സെയിം ആണ്. സോ 2 ടൈംസ് ട്രേസ് ഓഫ് എസ് കിട്ടി പ്ലസ് ട്രേസ് ഓഫ് എസ് ഡാഷ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇൻ സം സെൻസ് 2 ടൈംസ് ട്രേസ് ഓഫ് എസ് മൈനസ് ട്രേസ് ഓഫ് എസ് ഡാഷ് ഇൻറ്റു എസ് റെപ്രസെൻറ്റ്സ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അസോസിയേറ്റഡ് വിത്ത് ടോട്ടൽ മോഡൽ. അപ്പോൾ ആ ഒരു ടേം ആണ് നമ്മുടെ 2 ടൈംസ് ട്രേസ് ഓഫ് എസ് മൈനസ് ട്രേസ് ഓഫ് എസ് ഡാഷ് എസ് എന്ന് പറയുന്ന ആ ഒരു ടേം ആണ് നമ്മുടെ ടോട്ടൽ മോഡലിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻ സം കേസസ് 2 ടൈംസ് ട്രേസ് ഓഫ് എസ് മൈനസ് trace of s dash s is called the equivalent number of parameters and represents a measure of complexity in the estimation procedure. A common estimate of sigma square is, അപ്പോൾ നമ്മുടെ സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിഗ്മ സ്ക്വയർ ക്യാപ്പ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n y a minus y a ക്യാപ്പ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് 2 ടൈംസ് ട്രേസ് ഓഫ് എസ് പ്ലസ് ട്രേസ് ഓഫ് എസ് ഡാഷ് എസ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലോസ് റിഗ്രഷനിലുള്ള സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. Finally, we can define a version of r square by r square ന്റെ വാല്യൂ എന്താ? SST minus SSRS divided by SST ആണ്, whose interpretation is same as before in ordinary least squares. അപ്പം r സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ ചെയ്ത പോലെ തന്നെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആണ്. r സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് SST minus SSRS divided by SST ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കേണൽ റിഗ്രഷൻ ആണ് പഠിച്ചത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ലോസ് റിഗ്രഷൻ ആണ് പഠിച്ചത്. അപ്പോൾ ഈ ലോസ് റിഗ്രഷനകത്ത് നമ്മൾ കേണൽ റിഗ്രഷനകത്തെ പോലെ ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുന്നു. അതൊന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിൽ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മുടെ ഫർദസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലോസ് റിഗ്രഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡും നോക്കിയിട്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന് ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.